ചരിത്ര നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭാരതീയ കത്തോലിക്ക സഭ. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങിന് അല്പസമയത്തിനകം വത്തിക്കാനിൽ തുടക്കമാകും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വത്തിക്കാനിൽ ചടങ്ങുകൾ നടക്കുന്ന സമയം ഇടവക പള്ളിയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ലൂർദുമാതാ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. വിവരങ്ങളുമായി സജോ ദേവസ്യ മാമൂട് ലൂർദുമാതാ പള്ളിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, ഇനിയിപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം മാത്രമാണ് ചടങ്ങുകൾ തുടങ്ങാൻ ബാക്കിയുള്ളത്. സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്, വിശ്വാസികളുടെ സന്തോഷ നിമിഷമാണ്. അവിടെ ഈ മാമൂട് ലൂർദുമാതാ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. വിശ്വാസികൾ അവിടേക്ക് എത്തുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ, സജു? റിജിത്ത്, വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം 8:30-ക്കാണ് ചടങ്ങുകൾ നടക്കുക. തിരുക്രമങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നേതൃത്വം വഹിക്കുക. ചടങ്ങുകൾ എന്നത് അവിടെ കൺസിസ്റ്ററി എന്നാണ് അറിയപ്പെടുക. കൺസിസ്റ്ററി എന്നാൽ പ്രധാനമായും കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആളുകൾക്ക് സ്ഥാനചിഹ്നങ്ങൾ, ഒപ്പം തിരുവസ്ത്രങ്ങൾ അണിയിക്കുക, സ്ഥാനചിഹ്നങ്ങൾ നൽകുക, കൈവെപ്പ് ശുശ്രൂഷ വഴി അവരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുക എന്നിങ്ങനെയാണ് ചടങ്ങുകൾ നടക്കുക. മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനൊപ്പം 21 പേരാണ് ആഗോള കത്തോലിക്ക സഭയിൽ കർദിനാൾമാരായി ഉയർത്തപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ ചടങ്ങിന്റെയും സമയം കുറവാണെങ്കിലും 21 പേരുള്ളതുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കും. അതിനുശേഷം മാർപ്പാപ്പയ്ക്കൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിക്കും വിധമാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇടവകയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും അടക്കം കേരള സഭയെ പ്രതിനിധീകരിച്ച് ആളുകൾ, മലയാളി വിശ്വാസി സമൂഹത്തെയും ഒപ്പം സഭയെയും പ്രതിനിധീകരിച്ചുള്ള ആളുകൾ, കുടുംബാംഗങ്ങളൊക്കെയും വത്തിക്കാനിലെ ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അധികം താമസമില്ല യഥാർത്ഥത്തിൽ. ഒന്നാം വൈദിക പദവിയിൽ നിന്ന്, വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിൽ എത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് കത്തോലിക്ക സഭയിൽ അസാധാരണമല്ലെങ്കിലും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ആദ്യമായാണ് അങ്ങനെ വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട്. അദ്ദേഹം ഇവിടെയാണ്, ഈ ഇടവക അംഗമാണ്. ഞാൻ നിൽക്കുന്ന ചങ്ങനാശ്ശേരി മാമൂട് ലൂർദുമാതാ ഇടവക അംഗമാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം പഠനമൊക്കെ പൂർത്തീകരിച്ച് ഇവിടെ തന്നെയാണ്. പിന്നീട് ചങ്ങനാശ്ശേരി SB കോളേജിൽ കെമിസ്ട്രി ബിരുദവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം സെമിനാരി പഠനത്തിനായി, അതായത് വൈദികനാകണമെന്ന ലക്ഷ്യത്തോടു കൂടി സെമിനാരി പഠനത്തിനായി ചേർന്നത്. ആ ഘട്ടത്തിൽ സഭാ സംഘടനകളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം വൈദികനായി. അതിനുശേഷം ഉപരിപഠനത്തിന് വേണ്ടിയാണ് റോമിൽ പോയത്. തുടർന്ന് റോമിൽ ഉപരിപഠനവും ഡോക്ടറേറ്റും ഒക്കെ പൂർത്തിയാക്കി നയതന്ത്ര വിഭാഗത്തിൽ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം സജോ ദേവസ്യ മാമൂട് ലൂർദുമാതാ പള്ളിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യൻ സമയം 8:30യോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നത്. നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മാർപ്പാപ്പയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്.